ഇനി അതേ സമയത്ത് ഇവിടുത്തെ പൊതുസ്ഥാപനങ്ങളിൽ ഒരു മതത്തിൻ്റെയും ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ല. ഇപ്പോൾ KSRTC ബസ്സിൽ അത് അവിടെ മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ ഡ്രൈവർ ആരും ആവട്ടെ, ഡ്രൈവർ കുരിശ് ഇടരുതെന്നോ കുറി തൊടരുതെന്നോ തൊപ്പി ധരിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ആ ബസ്സിൽ ഈ ദൈവങ്ങളെ ചിഹ്നങ്ങൾ വെക്കുക, അല്ലെങ്കിൽ കഅബയുടെ ചിത്രങ്ങൾ ചൂട്ടുക, അങ്ങനെ പൊതുസ്ഥാപനങ്ങളിൽ ഫ്രണ്ടിൽ പൊതുസ്ഥാപനങ്ങളിൽ, അത് വില്ലേജ് ഓഫീസുകളിലാട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിലെ റോഡ് ഉദ്ഘാടനങ്ങളിൽ പൂജ ചെയ്ത് തുടങ്ങുന്ന ആചാരങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് ശ്രദ്ധിച്ചിരുന്നു, കണ്ണൂർ ജില്ലയിൽ ഒരു എസ്കലേറ്റർ ഉദ്ഘാടനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MP സാന്നിധ്യത്തിൽ നടക്കുന്ന ഉദ്ഘാടനത്തിൽ വരെ അത്തരം മതപരമായ ആചാരങ്ങൾ കാണുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് അത്തരം ആചാരങ്ങൾ മാറ്റി നിർത്തണം. എന്നാൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ ഇടങ്ങളിൽ അവരുടെ ആചാരങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യവും പൊതു ഇടങ്ങളിൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ലംഘിക്കാതെ ഇടപെടാനും ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മൾ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പൊതു സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോൾ അതിന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും വർഗീയമായ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാനും മറ്റൊരു ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് കഴിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യം മതേതരമായൊരു സ്വഭാവം നിലനിർത്തണം. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നീതിയുക്തമായ, ഇപ്പം ഞാനിത് പറയുമ്പോൾ മുസ്ലിം സ്കൂളുകളിൽ നമ്മൾ തിരിച്ചു പ്രവർത്തിക്കുക, എന്നിട്ട് മറ്റുള്ളവരോട് ആജ്ഞാപിക്കുക, അങ്ങനെയല്ല. എല്ലാ മതസ്ഥരും അവരുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരമായ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള നയങ്ങളും നിലപാടുകളും